കൊച്ചി പോലുള്ളൊരു നഗരം എക്കാലത്തും ഏറ്റവും മികച്ച ശുചിത്വമുള്ളൊരു നഗരം ആയി മാറണമെന്ന ഒരാഗ്രഹവും കാഴ്ചപ്പാടുമാണ് നവംബർ 1 മുതൽ നവംബർ 14 വരെയുള്ള 2 ആഴ്ചക്കാലം ഒരു സമഗ്രമായ ശുചീകരണ യജ്ഞം ആരംഭിക്കാൻ മേയർ എന്ന നിലയിൽ എന്നെ പ്രേരിപ്പിച്ചതും നഗരസഭ അതിന് നേതൃത്വം നൽകുന്നത്. ശുചിത്വം എന്നുള്ളത് ശുചിത്വം ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ നഗരവാസികളിലും അത്തരമൊരു ചിന്ത വളർന്നാൽ മാത്രമേ നമുക്കത് യാഥാർത്ഥ്യമാക്കാനും അത് വിജയിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നവംബർ 1 കേരളപ്പിറവി ദിനം നമുക്ക് ഇത്തരം ഏറ്റവും മാതൃകാപരമായ ഒരു ഉദ്യമത്തിലേക്ക് കടക്കണമെന്ന ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഈ ശുചീകരണ യജ്ഞം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ആശയത്തിന് ആഹ്വാനം നൽകുക എന്നതിനപ്പുറത്തായി മേയർ എന്നതിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകന്മാരും ഡെപ്യൂട്ടിമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരും കൗൺസിലർമാരും എല്ലാവരും തന്നെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും തന്നെ ശുചീകരണ പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. ഇന്ന് നവംബർ 1 തീയതി രാവിലെ 8 മണി മുതൽ പരമാവധി സമയം ഞങ്ങളുടെ ഔദ്യോഗിക കൃത്യങ്ങളിലേക്ക് കടക്കുന്നവരെയുള്ള സമയം നേരിട്ട് ശാരീരികമായി ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏർപ്പെടുന്നതാണ്. നഗരസഭയുടെ പ്രധാനപ്പെട്ട മെയിൻ ഓഫീസും മറ്റ് പ്രാദേശിക സോണൽ ഓഫീസുകളും ഞങ്ങളുടെ ഹെൽത്ത് സർക്കിൾ ഓഫീസുകളും മറ്റ് പൊതുജനങ്ങൾ വരുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന സംഘം അന്ന് ശുചിത്വം നടത്തിക്കൊണ്ട് നഗരവാസികളും ഇത്തരത്തിലുള്ള ഒരു ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നൊരു മെസ്സേജാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് കൊച്ചി നഗരത്തിലുള്ള 1000-ലധികം പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ ഇത് ഏറ്റെടുക്കണം. അതാത് റെസിഡൻസ് അസോസിയേഷനുകൾ അവരുടെ പ്രദേശങ്ങളിൽ ഈ 2 ആഴ്ചക്കാലം ഈ ശുചിത്വ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താൽ നവംബർ 15 മുതലുള്ള കാലയളവിൽ അതിൻ്റെ ഒരു മാറ്റം നമ്മുടെ നഗരത്തിൽ കാണാൻ സാധിക്കും. അത് സാധിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് ഈ നഗരത്തിലെ വിവിധങ്ങളായ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ജനങ്ങൾ ഒന്നായി തന്നെ രംഗത്ത് വരിക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. കൊച്ചി നഗരത്തെ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശുചിത്വമുള്ളൊരു നഗരമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നുള്ളത് കേവലം ആലങ്കാരികമല്ല, അത് ജീവിതത്തിൽ ഒരു ശീലമാക്കേണ്ടതാണ് എന്ന ഒരു സന്ദേശം വളർത്താനും അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് നഗരവാസികളെ മാറ്റുക എന്നുള്ളതും കൂടി ഈ ശുചിത്വ യജ്ഞം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായി ആദ്യം വേണ്ടതായിട്ടുള്ളത് മനോഭാവത്തിലുള്ള മാറ്റമാണ്. നഗരത്തിലെ ജനങ്ങൾ, നഗരവാസികൾ അവരുടെ ഒരു സിവിക് സെൻസ്, ഒരു പൗരബോധം വളരേണ്ടതായിട്ടുണ്ട്. ശുചീകരണം എന്നുള്ളത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ചെയ്യേണ്ട പ്രവൃത്തി മാത്രമല്ല, ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതും ഞങ്ങൾ ഓരോരുത്തരും നടത്തേണ്ടതുമാണ് എന്ന ഒരു ബോധം, ആ ഒരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ചാണ് വേണ്ടത്. അതിനുള്ള ഒരു മെസ്സേജ് എന്ന നിലയിലാണ് ഈ 2 ആഴ്ചക്കാലത്തെ പ്രവർത്തനം തുടങ്ങുന്നത്. ഞങ്ങൾ 2 ആഴ്ചക്കാലം നടത്തുമ്പോൾ കേവലം അതൊരു ആശയപ്രചരണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ തുടർച്ചയായി പിന്നീട് നഗരത്തിലെ മുഴുവൻ ജനങ്ങളും എല്ലാവരും ഇത് ഒരു തുടർ പ്രക്രിയയായി ഏറ്റെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് യാഥാർത്ഥ്യമായാൽ കൊച്ചിയെ ഏറ്റവും മനോഹാരിതയുള്ള ഒരു നഗരമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളത് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ്.